ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ടാരിഫിൽ സൈൻ ചെയ്ത് 0 ടാരിഫാണ്. അമേരിക്കയിലൂടെ ഈ പ്രോഡക്റ്റ് വരുമ്പോൾ അവർക്ക് ടാരിഫുണ്ട് 10%. അതേപോലെ മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഇന്ത്യയുമായിട്ട് ഏകദേശം ഇന്നത്തെ പീയൂഷ് ഗോയലിൻ്റെ പ്രസ്താവനയുണ്ട്, ഏകദേശം ടാരിഫ് സെറ്റിൽ ചെയ്യുകയാണ് ഇഷ്യൂ, കാരണം ഗുഡ് ന്യൂസ് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ വരികയും അതേപോലെ ട്രംപ് തന്നെ പറഞ്ഞു, ഗാസയിൽ വെച്ചും ഈജിപ്റ്റ് വെച്ച് പറഞ്ഞു, അതിനു മുമ്പും പറഞ്ഞു, ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 4 ട്രില്യൺ അടുപ്പിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, അമേരിക്കയിൽ വരുന്നു. അപ്പം ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അതേപോലെ തന്നെ അമേരിക്കയിൽ ഈ ടാരിഫുമായിട്ട് 0 ടാരിഫ് അമേരിക്കൻ പ്രോഡക്റ്റും മറ്റു പല രാജ്യത്തും പോകുന്നു. അവരുടെ പ്രോഡക്റ്റ് നേരത്തെ അതിൻ്റെ നിബന്ധനകളില്ലാതാകുന്നു. അപ്പം ഇതുകൊണ്ടൊന്നും അമേരിക്കൻ എക്കോണമി മാറത്തില്ല എന്നാണോ വിൻസൻ പറയുന്നത്? അമേരിക്കൻ എക്കോണമി മാറും. ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അതായത് അമേരിക്ക ടോട്ടലി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇപ്പൊ നമ്മുടെ നെഹ്റുവിയൻ ഇന്ദിരാഗാന്ധി ടൈമിലുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ രീതിയിലുള്ള ഇന്ത്യ അല്ല അമേരിക്ക. അമേരിക്ക വാസ് ഓൾവേസ് ഓപ്പൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഇന്ത്യനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്, സോഷ്യലിസം വഴി കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് എന്നെ പോലുള്ള ആൾക്കാർ ഇത് ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും അമേരിക്ക പോകേണ്ട യാതൊരു ആവശ്യമില്ല. India would have been a great country. So America is always open for investment, whether it is foreign, internal or whatever. അപ്പൊ ട്രംപ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ $trillions ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് ഈ മാനുഫാക്ചറിങ് പ്ലാന്റുകളും സംഭവങ്ങളും, ഇപ്പം ആപ്പിൾ ഒക്കെ ആണെങ്കിലും ടൊയോട്ട ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഈ കാറുകൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അമേരിക്കയിൽ മാനുഫാക്ചറിങ് തുടങ്ങണമെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. So he is trying to bring it back. That is only one step, but it will take time for the factories to build and manufacturing to come back. At least some manufacturing has to come back. You cannot always depend on foreign countries to produce your essential things like medicine, like your automobiles. അമേരിക്കയാണ് ഈ കാറ് കണ്ടുപിടിച്ചത്. ഈ പല മെഡിസിൻസ് കണ്ടുപിടിച്ചത് അമേരിക്കയാണ്. എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? യെസ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ഹൈ. അപ്പൊ ഇത് ആരാ ഇത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? ഇതുണ്ടാക്കുന്ന പ്രൈവറ്റ് കമ്പനികളാണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. അമേരിക്കയിലെ സാധാരണക്കാരല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. അംബാനിനെയും അഡാനിനെയും പോലെ ഫൈസറും വലിയ കമ്പനികളുമാണ് ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വഴി ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. സാധാരണ അമേരിക്കക്കാരനല്ല ഇതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സാധനത്തിന് ഒഴിച്ചിട്ട് വില കൂടുമായിരിക്കാം, പക്ഷെ അപ്പൊ ആൾക്കാർ കുറച്ച് കൺസ്യൂം ചെയ്യുള്ളൂ. ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഈ സാംസങ് ഗാലക്സി ഫോൺ, ഇറ്റ് ഈസ് നൗ 6 വർഷം ഓൾഡായി. എന്നോട് എന്റെ മക്കളൊക്കെ ചോദിക്കുമായിരുന്നു, പപ്പയ്ക്ക് ഈ ഫോൺ മാറ്റാറായില്ലേ? ഐ എം ജസ്റ്റ് സേയിങ്, വൈ ഐ ഹാവ് ടു ചേഞ്ച് എ ടോട്ടലി വർക്കിംഗ് ഫോൺ? ഇറ്റ് സാംസങ് 2019 മോഡൽ S10+ ഫോൺ. എവറിഥിങ് ഈസ് ഫങ്ഷണൽ, ബട്ട് പീപ്പിൾ വിൽ ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. അത് സ്റ്റോപ്പ് ചെയ്യട്ടെ, ജനങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങട്ടെ. ഇറ്റ്സ് ഗുഡ്.